മനസ്സിനെ ഞെക്കുന്ന ഒരു കാര്യം അവതരിപ്പിക്കാനാണ് ഞാൻ ഇവിടെ വന്നത്. ഞെട്ടരുത്. അപ്പൊ തുടങ്ങാം. തുടങ്ങിക്കോ. സ്ത്രീകൾ ജോലി ചെയ്യുമ്പോൾ സ്ത്രീകളുടെ ഒരു പ്രത്യേകത വെച്ചിട്ട് ആൾക്കാർ വന്ന് കൂടെ വരുവോ കിടക്കുവോ വരുവോ ഇവിടെ വരുവോ എന്നൊക്കെ ചോദിക്കും. ഒരുപാട് കേട്ടിട്ടുണ്ട്. ഇപ്പൊ നേരിൽ കാണാനും ഒന്ന് തൊടാനും കഴിഞ്ഞല്ലോ. ഭയങ്കരമായിട്ട് പെൺകുട്ടികളങ്ങ് ഹാസിൽഡായി, അയ്യോ അവരങ്ങനെ തൊട്ടു ഇങ്ങനെ തൊട്ടു, ഇനി എന്ത് ചെയ്യും ഒന്നും ചെയ്യൂല, പോടാ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ജോലിയാണ്. നിന്റെ കോൺഫിഡൻസ് കുറച്ച് ഓവറാണ് കേട്ടോ. അത് അവരുടെ ആവശ്യമാണ്. അപ്പം അങ്ങനെ ആൾക്കാരുള്ളത് കൊണ്ട് നമ്മൾ വീട്ടിൽ ഇരിക്കാൻ തീരുമാനിച്ചാൽ നമ്മുടെ ജീവിതകാലം മുഴുവൻ ഇരിക്കും. ഇത് മാനേജ് ചെയ്യാൻ നമ്മൾ പഠിക്കേണ്ട ഒരു സ്കില്ലാണ്. എന്നതാ അവന് വാലും തലയും ഇല്ലാത്തൊരു സംസാരം. ഒക്കെ ഒരു കളിത ഭാഷ പോലും മനസ്സിലാകത്തില്ല. എന്തെങ്കിലും ഒന്ന് കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ ബ്ലൗസ് ഒന്ന് ശരിയാക്കണം, ഞാനും കൂടെ വരട്ടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അയ്യോ അത് ഭയങ്കര സ്ട്രെസ്സായിപ്പോയി, എല്ലാം അങ്ങ് തകർന്നു പോയി. അങ്ങനെയൊക്കെ എന്താ അല്ല അറിയാൻ വയ്യാണ്ട് ചോദിക്കാം, തനിക്കിത് എന്തിന്റെ കുത്തിക്കഴപ്പാ? അങ്ങനെയൊക്കെ എന്താ പടാ എന്ന് പറഞ്ഞാൽ പോരെ, പടാ എന്ന് പറഞ്ഞാൽ കഴിയുന്ന കാര്യമല്ലേ. അതൊക്കെ ഒരു വലിയ വിഷയമായിട്ട് മനസ്സിൽ കൊണ്ടു നടക്കേണ്ട കാര്യമുണ്ടോ? അല്ലെങ്കിലും ഈ പെണ്ണിന് ഈയിടായിട്ട് കുറച്ച് അഹങ്കാരം കൂടുതലില്ലേ? അഹങ്കാരം നമ്മൾ ബസ്സിൽ നമ്മൾ റോഡിലോട്ട് ഇറങ്ങുമ്പോൾ ലോറി വരും, ബസ് വരും. അപ്പം ലോറി വന്നതിൻ്റെ പേര് നമ്മൾ റോഡ് ക്രോസ് ചെയ്തില്ല, നമ്മൾ ഇറങ്ങി നടന്നില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് ജീവിതത്തിൽ പോയാൽ ആർക്കാ നഷ്ടം വരിക? അഹങ്കാരി പെൺകുട്ടികളായാലേ നിലയ്ക്ക് നിൽക്കണം. എങ്ങനെയാണോ റോഡ് ക്രോസ് ചെയ്യുമ്പോൾ ലോറിയും ബസ്സും ട്രെയിലർ വലിയ വണ്ടിയും ഒക്കെ പോകുമ്പോൾ നമ്മൾ എന്ന് പറഞ്ഞ വണ്ടി റോഡ് ക്രോസ് ചെയ്ത് അപ്പുറത്ത് ഇറങ്ങുന്നത് ഒന്നും തട്ടാതല്ലേ ക്രോസ് ചെയ്യുന്നത്. അതേപോലെ ഈ ചോദ്യങ്ങളുടെ ഒക്കെ ഇടയിൽ കൂടെ നമുക്ക് പോകാൻ പറ്റും. അതാണ് റിയാലിറ്റി. നമ്മൾ പഠിക്കണം. എന്തായാലും സമ്മതിക്കണം. എല്ലാവർക്കും സന്തോഷമായല്ലോ. എനിക്ക് സന്തോഷമായി. എല്ലാവർക്കും പിരിഞ്ഞു പോവാം. ഞാൻ പോകുന്നു. ബൈ ബൈ.